പള്ളാത്തുരുത്തി സ്വദേശി നിത്യയ്ക്കാണ് മഴക്കെടുതിയിൽ ജീവൻ നഷ്ടമായത്. ആലപ്പുഴ ബീച്ചിൽ ശക്തമായ കാറ്റിൽ ബജി വിൽക്കുന്ന വണ്ടി മറിഞ്ഞു വീണാണ് നിത്യ മരിച്ചത്. മഴ നനയാതിരിക്കാൻ കടയുടെ വശത്ത് നിന്നപ്പോഴാണ് വണ്ടി ഇവരുടെ ദേഹത്തേക്ക് മറിഞ്ഞത്. കൈനകരിയിൽ വെള്ളത്തിൽ വീണ് ജലഗതാഗത വകുപ്പ് ജീവനക്കാരൻ മരിച്ചു. കൈനകരി കുറ്റിക്കാട്ടുചിറ മുളമറ്റം വീട്ടിൽ ഓമനക്കുട്ടനാണ് മരിച്ചത്. പുന്നപ്രയിൽ മരം വീണ് തീരത്തിരുന്ന മത്സ്യബന്ധന വള്ളം തകർന്നു. എറണാകുളം മൂവാറ്റുപുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. വള്ളിക്കര സ്വദേശിയായ ജോബിൻ പശുവിനെ അഴിക്കാൻ പോയപ്പോൾ കാൽ വഴുതി വെള്ളത്തിൽ വീഴുകയായിരുന്നു. കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ മണികണ്ഠൻചാൽ ചപ്പാത്ത വെള്ളത്തിനടിയിലായി. തൃശൂരിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും നിരവധി മരങ്ങളാണ് കടപുഴകി വീണത്. വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളും തകരാറിലായി. മരം വീണതിനെ തുടർന്ന് 3 പീടിക ഇരിങ്ങാലക്കുട റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഇരിങ്ങാലക്കുടയിൽ വീട് തകർന്നു വീണ് വയോധികയ്ക്കടക്കം 2 പേർക്ക് പരിക്കേറ്റു. അതിരപ്പിള്ളിയിൽ വീശിയടിച്ച കാറ്റിൽ വ്യാപക നാശനഷ്ടം രേഖപ്പെടുത്തി. ഇതോടെ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള പ്രവേശനം താൽക്കാലികമായി നിർത്തിവെച്ചു. ചാലക്കുടി വെസ്റ്റേൺ ഹീറോസ് ക്ലബ്ബ് പ്രദേശത്ത് മിന്നൽ ചുഴലിക്കാറ്റ് വീശി. തൃശൂർ സ്വരാജ് റൗണ്ടിൽ ഇന്നും അപകടമുണ്ടായി. കെട്ടിടത്തിന്റെ മുകൾ ഭാഗം പൊളിഞ്ഞു വീണു. അപകടാവസ്ഥയിലുള്ള കെട്ടിടം 1 വർഷമായിട്ടും പൊളിച്ചു നീക്കിയിരുന്നില്ല. ഷേപ്പില്ലാണ്ടെന്നിപ്പ് ഒരു ഭാഗത്തേക്ക് തള്ളിയിട്ടൊക്കെ നിൽക്കണേ. നമുക്ക് നോക്കി അറിയാതെ ഇവിടെ നിന്ന് എപ്പോഴെങ്കിലും എന്ത് സംഭവിക്കുക. എന്തെങ്കിലും കോപ്പറേഷൻ ഇടപെട്ടത് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ പിന്നെ വലിയ അപകടം മഴക്കാലം കഴിയുന്നൊന്നുമില്ല. അതിപ്പോൾ നിൽക്കണപ്പോൾ മഴക്കാലപൂർവ്വ ശുചീകരണം നടത്താത്തതിൽ തൃശൂർ കോർപ്പറേഷനിൽ പ്രതിഷേധം അരങ്ങേറി. മേയറുടെ വാഹനത്തിന് മുകളിലേക്ക് പ്രതിപക്ഷ കൗൺസിലർമാർ കുലവാഴ എറിഞ്ഞു. പാലക്കാടും കനത്ത മഴ തുടരുകയാണ്. പട്ടാമ്പി ഗുരുവായൂർ പാതയിൽ ഞാങ്ങാട്ടിരി സ്കൂളിന്റെ മുൻവശത്ത് റോഡിൽ നിന്നിരുന്ന കൂറ്റൻ ആൽമരം കടപുഴകി വീണു. മരത്തിന് താഴെ പാർക്ക് ചെയ്തിരുന്ന കാർ പൂർണ്ണമായും തകർന്നു. പാവുകോണം കുണ്ടുപറമ്പിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ മുകളിലേക്ക് മരങ്ങൾ വീണ് മേൽക്കൂര തകർന്നു. കനത്ത മഴയിൽ അലനല്ലൂരിൽ വീട്ടുമുറ്റത്തെ കിണർ താഴ്ന്നുപോയി. പാലക്കാട് ചെറുപ്പളശ്ശേരി കാക്കത്തോട് പാലത്തിന് സമാന്തരമായി നിർമ്മിച്ച താൽക്കാലിക റോഡ് കനത്ത മഴയിൽ ഒലിച്ചുപോയി. കൊപ്പത്ത് പറമ്പിൽ സൈനബയുടെ വീടിന്റെ അടുക്കള ഭാഗം 20 അടി താഴ്ചയിലേക്ക് ഇടിഞ്ഞു വീണു. മണ്ണാർക്കാട് കുന്തിപ്പുഴയിൽ കാണാതായ യുവാവിനായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇയാളെ കാണാതായ സ്ഥലത്തിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിലാണ് തിരച്ചിൽ നടക്കുന്നത്. ഷൊർണൂർ സ്വദേശി മുബിനെയാണ് ഇന്നലെ വൈകിട്ട് മുതൽ കാണാതായത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്.